IAS അസോസിയേഷൻ ഭാരവാഹികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മുതിർന്ന ഉദ്യോഗസ്ഥൻ KM എബ്രഹാമിനെ മുഖ്യമന്ത്രി നേരിട്ട് വിമർശിച്ചത്. പോൾ ആന്റണിയെ പ്രതിയാക്കിയതിനെതിരെ പ്രതിഷേധിക്കാൻ അസോസിയേഷന്റെ യോഗം സ്വന്തം ഓഫീസിൽ വിളിച്ച KM എബ്രഹാമിന്റെ നടപടി ശരിയല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. യോഗം അംഗീകരിച്ച പ്രമേയവും തീരുമാനങ്ങളും മാധ്യമങ്ങൾക്ക് പോയത് അവിടെ നിന്ന് തന്നെയാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ഇത് സർക്കാരിനെതിരായ നടപടിയായെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രതിഷേധം സർക്കാരിനെതിരെയല്ല, നേരിടുന്ന വിഷമതകൾ അറിയിക്കുക മാത്രമാണ് ലക്ഷ്യമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വിശദീകരിച്ചു. അത് കേൾക്കാൻ മടിയില്ലെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിലുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പോൾ ആന്റണി പ്രതിയാകേണ്ടയാളായിരുന്നില്ലെന്ന പരോക്ഷ സൂചനയും മുഖ്യമന്ത്രി നൽകിയതോടെ IASകാർ അയഞ്ഞു. കൂടിക്കാഴ്ചയെ തുടർന്ന് ഉദ്യോഗസ്ഥർ അവധി പിൻവലിച്ച് ജോലിക്ക് കയറിയത് സർക്കാരിന് ആശ്വാസമായി. പക്ഷേ ഈ ഇടപെടൽ ഇന്നലെ തന്നെ നടക്കണമായിരുന്ന അഭിപ്രായം ഭരണമുന്നണിക്കകത്ത് തന്നെയുണ്ട്. അങ്ങനെയായിരുന്നെങ്കിൽ സർക്കാരിന് ഒട്ടും ഭൂഷണമല്ലാത്ത ഈ വിശേഷണം മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വരില്ലായിരുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് IAS ഓഫീസർമാർ പ്രത്യേക രീതിയിൽ യോഗം ചേർന്ന് സമരരൂപം എന്ന് വേണമെങ്കിൽ പറയാം, അത്തരത്തിലൊരു പരിപാടി ആവിഷ്കരിക്കുന്നത്. പ്രതിഷേധം പിൻവലിച്ച് ജോലിക്ക് കയറിയത് തിരിച്ചടിയായെന്ന വ്യാഖ്യാനമുണ്ടെങ്കിലും പ്രശ്നം സർക്കാരിനെ അറിയിക്കുന്നതിൽ വിജയിച്ചുവെന്നാണ് IAS ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. വിശദമായ ചർച്ചയ്ക്കായി IAS അസോസിയേഷൻ വാരാന്ത്യത്തിൽ യോഗം ചേരുന്നുണ്ട്. R. ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.